ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വകാന യുക്രിമു മൻ യദ്ഖുലു അലൈഹി. അവിടത്തേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അദ്ദേഹത്തെ വേണ്ടതുപോലെ ആദരവ് നൽകാറുണ്ടായിരുന്നു. വരുന്നോലെ തീരെ പരിഗണിക്കാതിരിക്കലല്ല, മറിച്ച് നല്ല ആദരിച്ച് പരിഗണിക്കാറുണ്ടായിരുന്നു. ഒരു കുടുംബ ബന്ധമോ യാതൊരു ബന്ധമോ ഇല്ലെങ്കിൽ പോലും അവിടുത്തെ വിരിപ്പ് ആ വന്ന അയാൾക്ക് വിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ വിരിപ്പ് വിരിച്ചിട്ട് അതിന്മേൽ അദ്ദേഹത്തെ ഇരിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരിയിരുന്നിരുന്ന ആ ചാരുവസ്തു അത് ആ വന്നയാൾക്ക് പ്രത്യേകമായി ആദരിച്ച് അദ്ദേഹത്തിന് ചാരാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഹത്താ യുഅതി കുല്ല മൻ ജലസ ഇലൈഹി നസീബഹു മിൻ വജ്ഹിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ കുറേ ആളുകൾ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ മുഖം എല്ലാവരിലേക്കും എത്തുന്നതാണ്. ഒരാളെ മാത്രമേ മൈൻഡ് ചെയ്യുന്നുള്ളൂ എന്ന നിലക്കല്ല, എല്ലാവരിലേക്കും അവിടുത്തെ മുഖം തിരിക്കുന്നതാണ്. ഹത്താ കാന മജ്ലിസു സമു ഹദീസ് ലതീഫ് മഹാസിനി വതവജ്ജു ലിൽ ജാലിസ് ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സും അവിടുത്തെ കേൾവിയും അവിടുത്തെ സംസാരവും അവിടുത്തെ എല്ലാം അവിടുത്തെ തിരിയലും അവിടുത്തേലേക്ക് ആരൊക്കെ ഇരിക്കുന്നുണ്ടോ അവരിലേക്കൊക്കെ എത്തുമായിരുന്നു. അതോടുകൂടെ സദസ്സിലുള്ള സ്വഹാബികളൊക്കെ വിനയത്തോടെ അവിടുത്തെ മുന്നിൽ ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ, ലജ്ജയോടുകൂടെ ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ. അവിടത്തോടുകൂടെ നല്ല സ്നേഹത്തോടുകൂടെയും സുരക്ഷിതത്തോടുകൂടെയുമായിരുന്നു അവിടുത്തെ മജ്ലിസിൽ സ്വഹാബത്ത് ഇരിക്കാറുണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹു നൽകിയ കാരുണ്യം കൊണ്ട് അവിടുന്ന് എല്ലാവർക്കും സ്നേഹത്തിൽ പെരുമാറുന്നു. അങ്ങേ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ എല്ലാവരും പിന്തിരിയുന്നതാണ്.